Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. റേഡിയോ മലയാളം 98.6 സ്റ്റാർസ് ഓൺ എയറിന്റെ ടൈമാണ്. സ്റ്റാർസ് ഓൺ എയറുമായി കൂടിയുണ്ട് നിങ്ങളുടെ സ്വന്തം RJ തുഷാരൻ. നമ്മുടെ കൂടെ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ഗസ്റ്റ് മറ്റാരുമല്ല, ഇപ്പോ തിയേറ്ററുകളിൽ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ധീരം എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ ജിതിൻ സുരേഷ് ആണ്. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ ജിതിൻ. താങ്ക് യു. ജിതിൻ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസ്പോൺസ് ഇസ് പ്രിറ്റി അമേസിംഗ്. സിനിമ റിലീസായ ഈ ഒരു മൊമെന്റിൽ ഹൗ ഡു യു ഫീൽ? അതൊരു ഭയങ്കര ഒരു പ്രഷ്യസ് ആയ ഒരു ഫീലാണ്. കാരണം നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ച ഒരു കാര്യം നമ്മളെ എഴുതിയ, അതായത് നമ്മുടെ പേപ്പറിലുള്ള ഒരു സംഭവം നമ്മൾ സ്ക്രീനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഭയങ്കര ഒരു വലിയ യാത്രയാണ്. സോ ഇറ്റ് ഇസ് ഒരു എന്താ പറയുക, ഒരു ഗർഭിണിയായി നിൽക്കുന്ന ഒരു അമ്മ പ്രസവിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഇല്ലേ, ആ സെയിം ഫീലാണ്. ദാറ്റ്സ് വെരി വെൽ എക്സ്പ്ലെയിൻഡ്. എന്നാലും വൺസ് അഗൈൻ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ഈ സിനിമയുടെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചോദിച്ചറിയാനുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ്, ഖത്തർ മലയാളികളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വിഷിംഗ് യു എ വെരി 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 ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. Thanks a lot. It is really a great moment for me, and I'm very proud. Now I'm actually here. You are interviewing me. അതും ഞാൻ ചെയ്ത സിനിമയുടെ ഒരു കാര്യത്തിൽ എന്ന് പറയുമ്പോൾ സീരിയസ്ലി ഇറ്റ് ഇസ് വെരി ഹാപ്പി ആൻഡ് എ പ്രൗഡ് മൊമെന്റ് ഫോർ മീ ഓൾസോ. സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് ആസ് എ ഡയറക്ടർ, ധീരം എന്ന സിനിമ തിയേറ്ററുകളിൽ കണ്ട് ഇറങ്ങുന്ന ഒരു ഓഡിയൻസിന്റെ ഒരു ടേക്ക് അവേ എന്തായിരിക്കണം? അവരുടെ മനസ്സിലുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഒരു ഇമോഷൻ എന്തായിരിക്കണം എന്നാണ് യുവർ ആഗ്രഹം? അത് ഞാൻ ആഗ്രഹിച്ചത്, ആ സിനിമ കണ്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സോഷ്യൽ കോസ് ഇതിൽ ഡിസ്കസ് ചെയ്തല്ലോ. ആ സോഷ്യൽ കോസ് തന്നെയാണ് ഈ ആളുകളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. അതായത് എല്ലാ ജനങ്ങളും അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. ഇനി ഒരാളുടെ ലൈഫിലും ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ പാടില്ല. അതാണ് എന്റെ ഏറ്റവും വലിയ, ഞാൻ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. ഇനി അതായത് ഇത് കണ്ടിട്ട് എനിക്ക് ഒരു എന്താ പറയാ, ഈ സാധനം ഒരു 100 ആളിലേക്കെങ്കിലും എത്തിക്കാൻ സാധിച്ച അത് എന്റെ ഒരു വിജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജിതിൻ, ലെറ്റ് മീ ആസ്ക് യു, ഈ ഒരു സിനിമയിലേക്ക് എത്തിയ ആ ഒരു കഥ, ലൈക്ക് വാസ് there a moment ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഐ ഹാവ് ടു ഡയറക്ട് ദിസ് അല്ലെങ്കിൽ ഐ വാണ്ട് ടു ഡയറക്ട് ദിസ് എന്ന് ഫീൽ ചെയ്യിപ്പിച്ച ആ ഒരു മൊമെന്റ്? അതൊരു ഭയങ്കര യാദൃശ്ചികമായ മൊമെന്റാണ്. കാരണം ആക്ച്വലി ഈ സിനിമ ആദ്യം ഞാൻ ഡയറക്ട് ചെയ്ത സിനിമ ആയിരുന്നില്ല. മറ്റൊരു സംവിധായകനെ വേണ്ടിയിട്ട് ഈ കഥാകൃത്ത് എഴുതിയതാണ്. ഇത് ആക്ച്വലി എന്റെ സിനിമയല്ല. ഇതിന്റെ റൈറ്റേഴ്സ് ദീപു എസ് നായർ, സന്ദീപ് സദാനന്ദനാണ്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി എന്റെ ഒരു സിനിമയുടെ റീറൈറ്റിംഗ് സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ ദീപുവിനെ പരിചയപ്പെട്ടത്. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ഭയങ്കര സൗഹൃദത്തിലായി. ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു. പുള്ളിയുടെ സ്ക്രിപ്റ്റിൽ ഞാൻ ഡയറക്ട് ചെയ്ത ഷോർട്ട് ഫിലിംസ് ഉണ്ടായി. അങ്ങനെ ആ സമയം ഒരു ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ ഉണ്ടാകുമ്പോൾ ഒരു ദിവസം രാവിലെ ദീപു എനിക്കൊരു PDF അയച്ചിട്ടുണ്ട്, ഇതൊന്ന് വായിക്കും. അങ്ങനെ ഞാനത് വായിച്ചപ്പോ എനിക്കതിന്റെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോ എന്നെ ഭയങ്കരമായിട്ട് അത് ടച്ച് ചെയ്തു. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ ഒറ്റയ്ക്ക് നമ്മളിപ്പം വായിക്കുമ്പോൾ നമ്മൾ ആ വിഷ്വൽസും കൂടി മനസ്സിലിട്ടോന്നാണ് വായിക്കുക. അങ്ങനെ ആ സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കര ഇമോഷണലി എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ് ചെയ്ത ആ സിനിമ, ആ കഥ എനിക്ക് ഐ കുഡ്ന്റ് കൺട്രോൾ മൈ ടിയേഴ്സ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പുള്ളിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് ചോദിച്ചു. അപ്പോ അന്ന് ആക്ച്വലി അത് എനിക്ക് വേണ്ടി ആയിരുന്നില്ല. പക്ഷെ പിന്നീട് ഇങ്ങനെ മറ്റൊരു സന്ദർഭത്തിൽ എന്നോട് പുള്ളി വന്ന് ചോദിച്ചു, എടാ നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിച്ചപ്പോ സീരിയസ്ലി എനിക്കത് ഭയങ്കര, ഞാൻ മനസ്സിൽ എവിടെയോ ഇങ്ങനെയൊക്കെയുള്ള സ്ക്രിപ്റ്റ് കിട്ടിയാൽ നന്നായിരിക്കും അന്ന് ചുമ്മാ വിചാരിച്ചായിരുന്നു. സോ യു കൈൻഡ് ഓഫ് മാനിഫെസ്റ്റഡ് ഇറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? യെസ്, ഓഫ് കോഴ്സ് മാനിഫെസ്റ്റേഷൻ. ഐ ബിലീവ് ഇൻ മാനിഫെസ്റ്റേഷൻ. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. കറങ്ങി തിരിഞ്ഞ് എന്നിലേക്ക് എത്തി. കാരണം അത് തീർച്ചയായിട്ടും ഞാൻ എവിടെയോ ഒരു പെർസെന്റേജ് ഇങ്ങനെ ആഗ്രഹിച്ചു. തീർച്ചയായിട്ടും മറ്റൊരു സംവിധായകന് കൊടുത്ത സ്ക്രിപ്റ്റ് ആകുമ്പോൾ പിന്നെ നമ്മളത് ചോദിക്കല്ലോ. അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇത് കൊള്ളാലോ ഈ പരിപാടി, ഇത് നമുക്ക് കിട്ടിയാൽ നന്നായിരിക്കുന്നു തോന്നിയിരുന്നു. പക്ഷെ മേ ബി നിങ്ങൾ പറഞ്ഞ പോലെ യൂണിവേഴ്സ് ഹാസ് ഗിവൺ മീ ദാറ്റ്. ജിതിൻ, ധീരം എന്ന സിനിമ GCCയിൽ ഇറങ്ങാനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തിയേറ്ററിൽ ഈ ഒരു സിനിമ മസ്റ്റ് ആയിട്ടും കാണേണ്ട ഒരു 3 റീസൺസ് പോയിന്റ് ഔട്ട് ചെയ്യാമോ? തീർച്ചയായിട്ടും 3 റീസൺസ്. ഒന്ന്, ഈ സിനിമ ഒരു കമേഴ്ഷ്യൽ മൂവിയാണ്. ഇതൊരു ത്രില്ലർ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എല്ലാ ഓഡിയൻസും നമ്മളൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണല്ലോ സിനിമ. അപ്പൊ തീർച്ചയായിട്ടും ആ 2 മണിക്കൂർ 20 മിനിറ്റ് ആ പ്രേക്ഷകനെ എൻഗേജ് ചെയ്തുകൊണ്ട് ആ സിനിമ പിടിച്ചിരുത്തും. 2, ഈ സിനിമ കാണാൻ ഞാൻ ഈ സിനിമയിൽ സോഷ്യലി റെലവെന്റ് ആയ എന്റെ സിനിമ എന്താണോ സംസാരിക്കുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു കാര്യം ഞാൻ വളരെ ശക്തമായി ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. 3ാമത്തത്, ഒരു സിനിമാ പാരമ്പര്യം ഇല്ലാത്ത ഒരു ഡയറക്ടറാണ് ഞാൻ. അപ്പൊ എന്നെ പോലത്തെ ഒരു യങ്സ്റ്ററിന്റെ, അതായത് ഒരു വളർന്നു വരാൻ പറ്റണം എന്ന് ജനങ്ങളിലേക്ക് കൂടി നമ്മൾ കാണിക്കണ്ടേ. അതായത് ഞാൻ സിനിമകളിലൊന്നും വർക്ക് ചെയ്തിട്ട് ഒന്നുമില്ല. ഞാൻ ആക്ച്വലി ഷോർട്ട് ഫിലിംസ് ചെയ്ത് വന്നതാണ്. സോ എനിബഡി if they are having that that belief, okay, and never give up attitude, they can also do that എന്നുള്ള കാര്യം നമുക്ക് തെളിയിക്കാനും പറ്റും. ഈ 3 കാരണങ്ങളാണ് ഞാൻ ധീരം കാണാൻ ഓഡിയൻസിനോട് പറയുന്നത്. അമേസിംഗ് ലൈൻ ഓഫ്
ആക്ടേഴ്സ് ആണുള്ളത് അല്ലെ, ഫ്രം ഇന്ദ്രജിത്ത് ടു നിഷാന്ത് സാഗർ, ദിവ്യ പിള്ളെ ഉൾപ്പെടെ ലോട്ട് ഓഫ് നൈസ് അമേസിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് വർക്കിംഗ് വിത്ത് ദം ആസ് എ ടീം. ആക്ച്വലി ഇതിലിപ്പം ഇന്ദ്രേട്ടൻ ഓഫ് കോഴ്സ് എ ഫാൻ ബോയ് ഓഫ് ഹിം. അപ്പോ എന്താ പറയാ, പുള്ളി ഭയങ്കര കിടില ആക്ടറാണ്. സോ ഒരു സംവിധായകനെ സംബന്ധിച്ചോളം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾക്ക് അതേ രീതിയിൽ നമുക്ക് പോർട്രേ ചെയ്ത് തരുന്ന ഒരു ആക്ടറിനെ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയൊരു ഭാഗ്യമാണ്. സോ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ മീ വർക്കിംഗ് വിത്ത് ഹിം ആൻഡ് ഹി ഈസ് വെരി ജോവിയൽ കൈൻഡ് ഓഫ് പേഴ്സൺ. ഞാൻ പുള്ളിയെ ഡയറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറെ ആൾക്കാർ പറഞ്ഞു ഹി ഈസ് വെരി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഓക്കെ, അധികം സംസാരിക്കത്തില്ല അങ്ങനെയൊക്കെ. ബട്ട് ഹി ഈസ് ജസ്റ്റ് the opposite. For me, he is just a pookie. I would say he's such an entertainer. നമ്മൾ എന്ത് വൈബാണോ പുള്ളിക്ക് കൊടുക്കുന്നത് ആ വൈബാണ് പുള്ളി നമുക്ക് തിരിച്ചു തരുക. ബേസിക്കലി എനിക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ഫൺ. നമ്മുടെ സിനിമ ഭയങ്കര സീരിയസ് ആണെങ്കിലും ഞാൻ ഭയങ്കര ജോവിലായി എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. So I had given him that vibe and he has given me the same vibe. പിന്നെ നമുക്ക് കാര്യങ്ങൾ ഈസിയാണ്. ഇങ്ങനത്തെ നല്ലൊരു ആക്ടറിനെ നമ്മൾ അറിയാലോ, ഇത്രയും നല്ല വേഴ്സിറ്റൈൽ ഒരു ആക്ടർ. നമ്മൾ ഒരുപാട് പുള്ളിയുടെ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടാണ്, അതായത് ആദ്യ സിനിമ മുതൽ. ഓക്കെ, ഇപ്പം പാപ്പച്ചി മുതൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് കാരണം തന്നെ നമുക്ക് അത്രയും നല്ലൊരു ആക്ടറിനെ സംവിധാനം ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഉണ്ട്, അതായത് രഞ്ജി പണിക്കർ ഉണ്ട്, ഇത്രയും മലയാളത്തിൽ ഒരു പ്രബുദ്ധനായ എഴുത്തുകാരൻ. ഞാനൊക്കെ ചെറിയ എന്റെ കുട്ടിക്കാലത്ത് കണ്ട എല്ലാ മികച്ച മാസ് സിനിമകളുടെയും എഴുത്തുകാരനും ഡയറക്ടറിന്റെയും വെച്ച് നമ്മുടെ ഡയറക്ടേഴ്സ്, അതൊരു ഭാഗ്യമാണ്. സോ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസും ഒരു ലേണിംഗ് പ്രോസസ് ആണ് അത്. അതുപോലെ തന്നെ നിശാന്ത് സാഗർ ഭയങ്കര കൂളസ്റ്റ് പേഴ്സൺ ആണ്. നിശാന്ത് സാഗർ മിസ്റ്റർ കൂൾ എന്നാണ് ഞാൻ പുള്ളിയെ വിളിക്കുന്നത്. ഈസ് വെരി കൂൾ. എനിക്കൊന്ന് പുള്ളിക്ക് ഓരോ വർഷം കഴിയുന്നതിന് DAGing സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. We also discussed this thing. പണ്ട് സിനിമകളിൽ കണ്ട അതേ രൂപം, ഇറ്റ് ഹാസന്റ് ചേഞ്ച്ഡ് അറ്റ് ഓൾ എന്നുള്ളൊരു കാര്യമാണല്ലേ? ബിക്കോസ് ഞാൻ എപ്പോഴും പുള്ളിയോട് ചോദിക്കും, ചേട്ടാ എന്താണ് ചേട്ടൻ പരിപാടി, അത് എനിക്ക് കൂടി പറഞ്ഞ. അതായത് ഞാനൊക്കെ പണ്ട് എനിക്കൊന്ന് ഞാനൊക്കെ +2 പഠിക്കുമ്പോ 10th പഠിക്കുമ്പോ വീരൽ തൊട്ട് ആ ഫാൻഡത്തിലെ ആ പാട്ട്, അതാണ് പുള്ളിയെ നമുക്ക് ഓർമ്മ. അവിടുന്ന് പുള്ളിക്ക് ഇന്നും അന്നും ഒരു മാറ്റവും ഇല്ല. ബിക്കം മോർ ഹാൻസം, മോർ യങ്ങർ. അപ്പം ഹീസ് എ വെരി ചിൽ ഗൈ. ഓക്കെ, പിന്നെ ഇതിൽ വളരെ ഞാൻ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ ദിവ്യ പിള്ളെ ആണെങ്കിലും റബ മോണിക്ക ജോൺ വളരെ ടാലന്റഡ് ആയിട്ടുള്ള സിനിമ കണ്ടവർക്ക് അറിയാം. റബ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. നമ്മൾ അവരുടെ ഇനിയും അവർക്ക് ഒരുപാട് ആക്ടിംഗ് വൈസ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അവരെ കൃത്യമായ ആളുകൾ യൂസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നു. കറക്റ്റ്. ഐ തിങ്ക് റബ കൂടുതലും നമ്മൾ കാണുന്നത് തമിഴിലും തെലുഗു സിനിമയിലും ഒക്കെ ആണല്ലേ? അതെ, തെലുങ്കു ആൻഡ് തമിഴ് ആക്ച്വലി. ബട്ട് ഐ തിങ്ക് ഷീസ് നോട്ട് ഗെറ്റിംഗ് കോൾസ് ഫ്രം മലയാളം. പുള്ളിക്കാരനെ പറഞ്ഞ ഇപ്പൊ എന്താ ജനങ്ങൾക്ക് ഞാൻ മലയാളം പറഞ്ഞ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസമാണ്, എനിക്കറിയില്ല. ബട്ട് എന്താ പറയുക, ഒരു വണ്ടർഫുൾ ആക്ട്രസ് ആണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഈ സിനിമയില് ബാക്കി അഭിനയിച്ച ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അവരൊക്കെ അവരുടെ നല്ല പെർഫോമൻസ് തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ GCC റിലീസ് ആവാത്തത് കൊണ്ടാണ് ഞാനിത് പറയാത്ത. ആ സിനിമയിൽ ആ സസ്പെൻസ് ക്യാരക്ടർ ചെയ്ത ആ ക്യാരക്ടറും അവരും ഒരു വണ്ടർഫുൾ ആക്ടറാണ്. ഓക്കെ, സോ ഞാനത് പറയാത്തത് വെച്ചാൽ അവര് സിനിമ കാണട്ടെ, സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അത് മനസ്സിലാക്കട്ടെ എന്താണ് ആരാണെന്നൊക്കെ. അതുകൊണ്ടാണ് ഞാനത് റിവീൽ ചെയ്യാത്തത്. സോ അതും എന്റെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. വർക്കിംഗ് വിത്ത് ആ ഒരു വണ്ടർഫുൾ ആക്ടറിന്റെ കൂടെ എനിക്ക് എന്താ പറയാ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു സസ്പെൻസ് ആണെന്ന് പറഞ്ഞു. സിനിമ കണ്ടു കഴിയുമ്പോഴേ ഈ പറഞ്ഞ ആക്ടർ ആരാണ് എന്ന് നമുക്ക് അറിയുള്ളൂ. ഒരു ത്രില്ലർ ആണെങ്കിലും വിത്ത് ദിസ് അമേസിംഗ് ലൈനപ്പ് ഓഫ് ആക്ടേഴ്സ്, സെറ്റിൽ എങ്ങനെയായിരുന്നു? വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരുന്നു, ഓർ ഹൗ വാസ് ഇറ്റ് ലൈക്ക്? അതെ, നമ്മൾ ആക്ഷനും കട്ടിലും ഇടയിലുള്ളതാണ് സീരിയസ്നെസ്. കട്ട് പറഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഫൺ മൂഡാണ്. ഓക്കെ, ഞാൻ ബേസിക്കലി എനിക്ക് സീരിയസ് ആവുന്ന ഇഷ്ടമല്ല. സീരിയസ് ആവേണ്ടൊക്കെ സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആയാൽ മതി. ബാക്കി നമ്മൾ ഫുൾ ചില്ലാണ്. നമ്മളെല്ലാ ക്രൂ അങ്ങനെ നമ്മളെല്ലാ ടെക്നീഷ്യൻസ് ആയാലും, നമ്മളെ പ്രൊഡ്യൂസേഴ്സ് ആയാലും, ഓക്കെ, നമ്മളെ പ്രൊഡക്ഷൻ മാനേജേഴ്സ് ആയാലും കൺട്രോളേഴ്സ് ആയാലും എല്ലാവരും ചില്ലാണ്. ഓക്കെ, എല്ലാ ക്യാമറ ടീം ആയാലും ആർട്ട് ആണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക്. നമ്മളിപ്പോ ഒരു കോളേജ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയില്ലേ, ഒരു ഗിവ് ആൻഡ് ടേക്ക്, അങ്ങനെ ആയിരുന്നു സെറ്റില്. സോ ആ ഒരു 10-40 ദിവസം നമുക്ക് ആക്ച്വലി അത് അന്ന് നമ്മൾ പാക്കപ്പ് പറഞ്ഞ് പോയി കഴിയുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു. ലൈക്ക് നമ്മൾ സ്കൂൾ ഡേയ്സ് ഒന്നും കോളേജ് ഡേയ്സ് ഒക്കെ മിസ് ചെയ്യില്ല. അതേ ഒരു ഇമോഷണൽ ഫീലിംഗ് ആയിരുന്നു. നമ്മൾ അത്രയും ഒരു കണക്റ്റിൽ നിന്ന ആൾക്കാരെ പറ്റുന്ന അയ്യോ ഇത് നമ്മൾ ഒരുമിച്ചില്ലല്ലോ എന്നുള്ള ഒരു സാധനം. അത്രയും ഫണ്ണായിരുന്നു. സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് പണ്ടാരം ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള സാധനം കിട്ടുക, എസ്പെഷ്യലി ഇൻ സിനിമ. ബട്ട് വെരി ലക്കിലി ടച്ച് വുഡ് ദൈവം സഹായിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഒരിക്കലും ഒരു പ്രൊഫഷണലി അല്ല, ഭയങ്കര എല്ലാവരുടെയും ഒരു വർക്ക് ആയിട്ട് അത് എല്ലാ
റൊമാൻറ്റിക് കണ്ടത്. അതിലെനിക്ക് ഭയങ്കര ഐ എം വെരി ബ്ലസ്ഡ്. ജിതിൻ, ഞാൻ ചോദിച്ചോട്ടെ, നേരത്തെ പറഞ്ഞു ഈ ഒരു സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് ഉണ്ടായ ആ ഒരു ഇമോഷൻ വളരെ ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഈ സ്ക്രിപ്റ്റ് നേരെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഡയറക്ട് ചെയ്യുന്ന സമയത്ത് പെർട്ടിക്കുലർലി വളരെ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും ഒരു സീൻ ഉണ്ടോ? ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു സീൻ ഉണ്ട്. ആ സീൻ നിങ്ങൾ ഒരു ക്ലൈമാക്സ് ഒരു അവസാനം ഒരു 10-20 മിനിറ്റില് അങ്ങനെയുള്ള ഒരുപാട് സീക്വൻസുകൾ ഉണ്ട്. നിങ്ങൾ എന്തായാലും അത് കണ്ട് നിങ്ങൾ തീരുമാനിക്കും. എനിക്ക് ഭയങ്കര പിന്നെ ഞാനെന്ന മേക്കറിന് എനിക്ക് എപ്പോഴും എല്ലാ സീനുകളും എനിക്ക് എല്ലാം, കാരണം നമ്മൾ എഴുതിയതിന്റെ മുകളിൽ നമുക്ക് എടുത്തു വെക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് നമ്മളൊരു സിനിമയെ സമീപിക്കുക. എഴുതുകാരൻ എഴുതിയതിനെക്കാട്ടി നന്നായി എടുത്തു വെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒരു ആങ്സൈറ്റിയും പറ്റുമോ എന്നുള്ള ഒരു ഇതും നമ്മുടെ ഒരു ഏതൊരു ഫിലിം മേക്കറിന്റെ ഉള്ളിലുണ്ടാവും. സോ നമ്മൾ എപ്പോഴും എല്ലാ സീനിനെയും ഒരേ രീതിയിൽ സമീപിക്കും. ചിലത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്നാലും നമ്മുടെ സിനിമകളിൽ ചില ഷോട്ടുകൾ നമ്മൾ പിന്നെ ഇരുന്ന് എഡിറ്റിംഗ് ടേബിളിൽ കാണുമ്പോൾ ഇത് അടിപൊളിയായിരുന്നു, നമുക്ക് തന്നെ ഒരു പേഴ്സണൽ ഫീൽ കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് കുറച്ച് ഷോട്ടുകൾ ഇതിനകത്ത് ഉണ്ട്. എനിക്ക് എന്റെ ഏറ്റവും പേഴ്സണൽ ആയ ഒരു സാധനമുണ്ട്. അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റൂല. ഒരു അവസാന ഒരു 15 മിനിറ്റിന് മുമ്പുള്ള ഒരു സീനാണ് എനിക്ക് പേഴ്സണലി ആയിട്ട് ഡയറക്ടർ എനിക്ക് ഏറ്റവും ഈ സിനിമയെ എന്നെ ടച്ച് ചെയ്തതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതും ഒരു സംഭവം. അപ്പൊ ആ ലാസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് കാണുമ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ എന്തായാലും ഓർക്കണം അല്ലേ? ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങൾ സീനിൽ കാണുമ്പോൾ ഈ സിനിമ സെക്കൻഡ് ഹാഫിലാണ് നിങ്ങൾക്ക് പലതും ചുരുളഴിഞ്ഞ് വരിക. അപ്പൊ അവസാനം 20 മിനിറ്റ് നമ്മുടെ സിനിമ വേറൊരു സംഭവം തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ധീരം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് സംസാരിച്ചു. ഒരു ത്രില്ലറാണ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് പോലെയാണ് കുറെ ത്രില്ലർ സിനിമകളും സീരീസും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ ജിതിന് പേഴ്സണലി കണ്ടു വളരെ വളരെ ഫേവറേറ്റ് ആയിട്ട് മാറിയ ഒരു ത്രില്ലർ സിനിമയോ അല്ലെങ്കിൽ സീരീസിനെ കുറിച്ച് എടുത്ത് പറയാൻ പറ്റുമോ? ജിതിനെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വർക്ക്? ഒരുപാട്. ഞാൻ ബേസിക്കലി ഞാൻ പല ലാംഗ്വേജസിലും ത്രില്ലേഴ്സ് കാണുന്ന ആളാണ്. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും കൊറിയൻ. എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തത് കൊറിയൻ മൂവീസുമാണ്, ടു ബി ഫ്രാങ്ക്. അപ്പൊ എനിക്ക് ഏറ്റവും എന്നെ ഇൻസ്പയർ ചെയ്ത ത്രില്ലറുകളിൽ എനിക്ക് ഭയങ്കര എന്നെ ടച്ച് ചെയ്ത ഒന്ന് ബാഡ് ബോയ് എന്ന് പറഞ്ഞ കൊറിയൻ പടം, ഫൊഗോട്ടൺ, ബാഡ് ബോയ്. ഈ രണ്ട് പടങ്ങളൊക്കെ എന്നെ ഭയങ്കര, ബാഡ് ബോയ് എന്നെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്തൊരു ത്രില്ലറായിരുന്നു. ഞാൻ ആക്ച്വലി ലിറ്ററലി ഇറ്റ് ഡിസ്റ്റർബ്ഡ് മീ ലൈക്ക് എനിത്തിങ്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ത്രില്ലേഴ്സ് ഐ വാച്ച് ഇസ് ബാഡ് ബോയ്, ഫൊഗോട്ടൺ ആയിരുന്നു. മലയാളത്തിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയാൻ നമുക്ക് ഒരുപാട് നല്ല നല്ല ത്രില്ലർ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് പഴയ ഒരു ത്രില്ലർ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ ഒരു പടമുണ്ട്. അതെന്റെ ഒരു ഫേവറേറ്റ് ത്രില്ലറാണ്. പിൻഗാമി എന്റെ വളരെ ഇഷ്ടപ്പെട്ട ത്രില്ലറാണ്. പക്ഷെ ഈ തണുത്ത വെളുപ്പം അത് ഒരുപക്ഷെ കാലത്തിന് മുമ്പേ ഇറങ്ങിയ പടം എന്ന് ഞാൻ പറയും. ഇന്നൊക്കെ ആയിരുന്നു ആ കഥയെങ്കിൽ വേറെ ലെവലാവേണ്ട ഒരു സാധനം. പക്ഷെ എന്നാൽ പോലും ഭയങ്കര ഒരു ഗംഭീര ത്രില്ലറായി എനിക്ക് തോന്നിയതാണ്. പിന്നെ ഉത്തരം എന്ന് പറയുന്ന സിനിമയുണ്ട്, മമ്മൂക്കേന്റെ, സുകുമാരൻ ചേട്ടന്റെയും. അങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാറുണ്ട്. ഓക്കെ, അടിപൊളി. സിനിമയിലേക്ക് വന്ന ആ ഒരു കഥയും കൂടെ നമുക്കൊന്ന് പറഞ്ഞു തരുമോ? എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക്, അല്ലെങ്കിൽ സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ലോകം, ഇവിടെയാണ് ദിസ് ഇസ് വെയർ ഐ ബിലോങ് എന്ന് ഫീൽ ചെയ്ത് ആ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു? അതെനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാല് ഞാൻ ചെറുപ്പത്തില് എന്റെ അച്ഛന്റെ ഫാമിലി മൊത്തം ഭയങ്കര സിനിമ, എന്റെ അമ്മയുടെ അച്ഛനായാലും ഭയങ്കര സിനിമ കാണുന്ന ആൾക്കാരാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ എന്റെ അച്ഛന്റെ ഫാമിലിയിൽ ഞാൻ അവിടെയായിരുന്നു ചെറുപ്പകാലത്തിൽ ഉണ്ടായത്. അപ്പൊ എല്ലാരും അന്ന് കാസറ്റ് ആണ്. അപ്പൊ എല്ലാരും പുറത്ത് ദുബായിൽ നിന്ന് വരുമ്പോ വീഡിയോ കാസറ്റുകളും ഉണ്ട്. ഇപ്പൊ മോഹൻലാൽ, ഹിറ്റ്സ് ഓഫ് മോഹൻലാൽ 91, 92, 93 തമിഴ് ഹിറ്റ്സ് എന്നൊക്കെ പറയും. അപ്പൊ അന്ന് നമ്മളിങ്ങനെ ഇരുന്ന് ചെറിയ പയ്യന്മാർ, നമ്മൾ ഒരു പണിയില്ല. വെക്കേഷൻ എന്ന് വെച്ചാല് രാവിലെ മുതലേ നമ്മൾ പാട്ട് കാണും, പിന്നെ റിവാൻഡ് അടിക്കും. അന്ന് റിവാൻഡ് അടിക്കണല്ലോ, വീണ്ടും കാണും. അപ്പൊ നമുക്കിങ്ങനെ സിനിമയിൽ എത്തണം, മോഹൻലാലിനോട് സംസാരിക്കണം, മമ്മൂട്ടിയോട് സംസാരിക്കണം. അങ്ങനെ ഒരു, അതായത് ഡയറക്ഷൻ ഒന്നുമല്ല, സിനിമയിൽ എത്തണം. സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര അത്ഭുതത്തോടെ നോക്കിയിരുന്നു അന്ന് മുതലേ. ലാലേട്ടനാണ് അതിന് ഏറ്റവും വലിയ കാരണം. അത് മോഹൻലാലിന്റെ സിനിമകളാണ് സിനിമ കാണാനും സിനിമയിലേക്ക് എത്താനും എന്നെ സ്വാധീനിച്ചൊരു കാര്യം. അങ്ങനെ ഒരു സംഭവത്തിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്താണ് എങ്ങനെയോ നമ്മുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ്, നമ്മളൊരു പ്രേമൊക്കെ ആയി, നമ്മുടെ ലൈഫൊക്കെ മാറി, അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയി പോയി. പക്ഷെ എപ്പോഴോ ഞാൻ വർക്ക് ചെയ്തത് ഒരു MNC-ലായിരുന്നു, മാർക്കറ്റിംഗിലായിരുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഒരു എല്ലാ സിനിമകളും ഫസ്റ്റ് തന്നെ പോയി കാണും. ചിലപ്പോൾ ഒരു ദിവസം 2-3 സിനിമകൾ കാണും. അപ്പോഴും നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴോ ഒരു പോയിന്റിൽ എനിക്ക് തോന്നി ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, എടുത്തു നോക്കാലോ എന്നൊരു തോട്ട് പ്രോസസ്. മേ ബി നമ്മുടെ ഉള്ളിലുള്ള സാധനം നമ്മളിലേക്ക് അങ്ങനെ വന്നതാണ്. അങ്ങനെ ആദ്യ ഷോർട്ട് ഫിലിം എടുത്തപ്പം അന്ന് എനിക്ക് മനസ്സിലായി ഇതെനിക്ക് ചെയ്യണം, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഉറപ്പായിട്ടും സിനിമ ചെയ്യണം, മേ ബി ഇതായിരിക്കും എന്റെ ട്രാക്ക്. അന്ന് മുതൽ തോന്നിയൊരു തോന്നലാണ്. അപ്പൊ ആ തോന്നലിനാണ് ഇപ്പൊ ധീരത്തിൽ എത്തി നിൽക്കുന്നത് അല്ലേ? ആ തോന്നലിനാണ് ഇപ്പൊ നമ്മൾ ധീരത്തിലുള്ളത്. തീർച്ചയായിട്ടും ജിതിൻ, നമ്മൾ നേരത്തെ പറഞ്ഞു സിനിമ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഉണ്ടായ ഒരു മൊമെന്റിനെ കുറിച്ച്. ലെറ്റ് മീ ആസ്ക് യു, ബിഗ് സ്ക്രീനിൽ ഡയറക്റ്റഡ് ബൈ ജിതിൻ സുരേഷ് എന്ന് കണ്ട സമയത്ത് ഉണ്ടായ ആ ഒരു
ഫീലിംഗ് ലൈക്ക് ഇപ്പൊ ഉള്ള AI ട്രെൻഡ് പോലെ നമ്മുടെ യങ്ങർ സെൽഫിനോട് ഒരു കാര്യം പറയുമായിരുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതൊന്ന് ചുരുക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരിക്കും ജിത്തിന്റെ യങ്ങർ സെൽഫിനോട് ജിത്തിൻ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവുക? അല്ല, ഓഫ്കോഴ്സ്. അതായത് ഞാൻ എന്റെ ഓരോ സിനിമകൾ കാണുമ്പോഴും ഞാൻ പോയി ഓരോ തവണ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ അവസാനം ആ സംവിധായകൻ അല്ലെങ്കിൽ ഡയറക്ടർ ബൈ പേര് വരുമ്പം ഞാൻ സീരിയസ്ലി ഐ യൂസ് ടു മാനിഫെസ്റ്റ് ഒരു ദിവസം എന്റെ പേര്. ഇപ്പൊ ഞാൻ എന്റെ ഫാമിലിയിലൂടെ പോയാലും ഫ്രണ്ട്സിലൂടെ പോയാലും ഞാൻ അടുത്തിരിക്കുന്ന ആളോട് ഞാൻ പറയും, നീ നോക്കോ ഒരു ദിവസം എന്റെ പേര് അവിടെ ഒരു സ്ക്രീനിൽ. ഞാൻ എപ്പോഴും പറയാറുള്ളതാ. ഐ ബിലീവ് ഞാൻ ഓരോ തവണ ആ സ്ക്രീൻ അത് തുടക്കത്തിൽ കാണിച്ചാലും അവസാനം ഡയറക്ടർ ബൈ കാണിച്ചാലും ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറയും ഒരു ദിവസം എന്റെ പേര് അവിടെ വരും. സോ അതൊരു എന്താ പറയാ, ഇറ്റ് ഈസ് ലൈക്ക് ഒരു മാജിക്കൽ ഫീലിംഗ് ആണ്. നമുക്കത് എന്റെ ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്ത ഏറ്റവും ബിഗ്ഗസ്റ്റ് തിങ് ഇൻ മൈ ലൈഫ് എന്ന് ഞാൻ പറയാൻ പറ്റുന്ന അത് മാത്രം. അതിലെനിക്ക് ഒന്നും പറയാനില്ല. ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് പോയിന്റ്, ഏറ്റവും ഹയസ്റ്റ് മൊമെന്റ് ആണത്. ഏറ്റവും വലിയ ഹയസ്റ്റ് മൊമെന്റ് ആണ് എനിക്ക് ലൈഫ്. യു ഡിഡ് ഇറ്റ് മാൻ എന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പറയുമായിരിക്കും അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. യെസ് ജിതിൻ, അന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യം ഞാൻ ചെയ്തു മോനെ. നൗ യു ക്യാൻ ബി വെരി പ്രൗഡ്. ദാറ്റ്സ് പ്രിറ്റി വണ്ടർഫുൾ. എന്തായാലും റാപ്പപ്പ് ചെയ്യുന്നതിന് മുൻപ് ലെറ്റ് മീ ഓൾസോ ആസ്ക് യു അതർ പ്രോജക്റ്റുകൾ ഇപ്പോൾ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്കമിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകളെ കുറിച്ചും കൂടി ഒന്ന് സംസാരിച്ച് പോവാം. ഇല്ല, ഞാൻ ആക്ച്വലി നെക്സ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ നോക്കുന്നത്, ഞാൻ ഓൾറെഡി മലയാളത്തിലെ മറ്റൊരു സിനിമ ചെയ്ത ഒരു എഴുത്തുകാരനുണ്ട്. അപ്പം പുള്ളിയുടെ ഒരു പടം എനിക്ക് ഓൾറെഡി നമ്മൾ സംസാരിച്ച അതും ഒരു ത്രില്ലർ. പക്ഷെ അത് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊന്നുമല്ല. റിയാസ് എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്, മസ്റ്റന്റെ ഒക്കെ റൈറ്റർ. അപ്പം പുള്ളിയുടെ ഒരു പടം ഞാനിങ്ങനെ കേട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും എന്താ പറയാ, ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ഗോ വെൽ എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച് ജിതിൻ, നമ്മളുടെ കൂടെ ഇത്ര നേരം ജോയിൻ ചെയ്ത് ധീരം എന്ന ഈ ഒരു സിനിമയെ കുറിച്ചുള്ള കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. താങ്ക് യു ഫോർ സ്പെൻഡിങ് സോ മച്ച് ടൈം വിത്ത് us. എന്തായാലും താങ്ക് യു തുഷാര, താങ്ക് യു ഫോർ ദ ടൈം, താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ ഓൺ യുവർ ഷോ. എന്തായാലും ഈ ഓൺ എയറിൽ എന്നെ വിളിച്ചതിൽ ഭയങ്കര സന്തോഷം. എനിക്ക് ഇത്രയും ആളുകളോട് അതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. സോ എനിക്ക് എല്ലാ മലയാളി പ്രേക്ഷകരോടും പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും ധീരം പോയി കാണണം. ഒരിക്കലും ധീരം എന്ന സിനിമ നിങ്ങൾ ഒരു രീതിയിലും മടുപ്പിക്കില്ല. യു വിൽ ബി എൻഗേജ്ഡ് ആൻഡ് യു വിൽ ഗെറ്റ് സം മെസ്സേജ് ഔട്ട് ഓഫ് ഇറ്റ്. ഇപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ക്യൂരിയോസിറ്റി കൂടുതലും കൂടിയിട്ടേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ടിരിക്കും ധീരം എന്ന സിനിമ. താങ്ക് യു സോ മച്ച് ജിതിൻ വൺസ് അഗൈൻ ഫോർ ജോയിനിങ് വിത്ത് us. താങ്ക് യു തുഷാര, താങ്ക് യു. സോ ധീരം എന്ന സിനിമയുടെ ഡയറക്ടർ ജിതിൻ സുരേഷ് ആയിരുന്നു ഇത്ര നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റാർസ് ഓൺ എയറിൽ. ഇതുപോലെ അടുത്ത ആഴ്ച മറ്റൊരു സെലിബ്രിറ്റിയും കുറേയധികം വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. Till then, stay tuned and keep listening to Radio Malayalam 98.6, Qatar's #1 radio station.